a prisoner want to escape from the prison, what must be the first thing he need to know? എന്തായിരിക്കണം ആ പ്രിസണറിന് അറിയേണ്ടത്? നിങ്ങൾ എന്ത് പറയും? ഒരു സ്റ്റുഡൻറ് പറഞ്ഞു, ജയിൽ ഗാർഡിനെ അറിഞ്ഞാൽ രക്ഷപ്പെടാം. ഗാർഡിനെ അറിയുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു ഇല്ല. പിന്നെ അപ്പോൾ വേറൊരു സ്റ്റുഡൻറ് പറഞ്ഞു ഗാർഡല്ല, പിന്നെ കീ താക്കോൽ കിട്ടിയാൽ രക്ഷപ്പെടാം. ഗുരു പറഞ്ഞു നോ, ഗാർഡിനെ അറിഞ്ഞാലും താക്കോൽ കിട്ടിയാലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ എന്തറിയണം? ഒരു കാര്യം അറിയണം, നമ്മൾ ജയിലിലാണ് എന്ന് അറിയണം. ഓൺലി ദെൻ എസ്കേപ്പ് ഈസ് പോസിബിൾ. ഐ എം ഷുവർ ഇഫ് യങ്സ്റ്റേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വേർഡാണ് ഇന്ന് എസ്കേപ്പ്. എസ്കേപ്പ് ലൈഫ്, നോ? എസ്കേപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എസ്കേപ്പ്. അതുപോലെ നമ്മൾ ഇന്ന് ഒരു ജയിലിലാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ ജയിലിലാണോ? നിങ്ങൾ എന്ത് പറയും? അല്ല എന്ന് പറയും. ഞാനും അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, വേർ ഐ വാസ് സെയിങ് എവറിത്തിങ് അബൌട്ട് സോഷ്യൽ മീഡിയ. അപ്പോൾ അതിൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തൊരു ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന്. അതിന് എതിരെ പറയുന്ന ഒരു വ്യക്തിയുടെ ചാനൽ വരെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും വാട്ട് എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അവർ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ്, നമ്മൾ ജയിലിലാണോ അല്ലയോ? ആർ വി ഇൻ പ്രിസൺ ഓർ നോട്ട്? നിങ്ങൾ അല്ല എന്ന് പറയുമായിരിക്കാം. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു സം സ്റ്റാറ്റിസ്റ്റിക്സ്. ടുഡേ you would see almost 1 billion videos are uploaded to YouTube. 8 billion videos are uploaded in Instagram. 10 billion videos are uploaded in Snapchat. 2.5 hours, 2.5 മണിക്കൂറോളം ഒരു അഡൽട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ ടൈം കളയുന്നുണ്ട്. ഒരു ടീനേജർ 7.5 hours spent in social media. 90% of the people from 13 to 18 years, അതായത് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വ്യക്തികൾ 90% of their details are in Instagram. ഇപ്പോൾ നിങ്ങൾ ഈ കണക്കുകൾ കേൾക്കുമ്പോൾ, അതായത് 75% of a teenager experienced എന്തെങ്കിലും ഒരു ഓൺലൈൻ ഹരാസ്മെൻറ്റ്. ഈ സയൻറ്റിഫിക് ഡേറ്റ, ഈ ഡേറ്റ നമുക്കുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ പ്രിസണിലാണോ അല്ലയോ? ഇനിയും ചിലപ്പോൾ നമ്മൾ പറയും അല്ലായിരിക്കാമെന്ന്. വൈ? ബിക്കോസ് വി ഡോണ്ട് നോ. നമുക്കറിയില്ല എന്താണ് ഇന്ന് യങ്സ്റ്റേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഇന്ന് കുട്ടികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ പഠിച്ചത് സൈക്കോളജിയാണ്, കൗൺസിലിംഗ് ആണ്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ, ഈ ലാസ്റ്റ് 5 years എൻ്റെ അടുത്ത് വന്ന എല്ലാ കൗൺസിലിംഗ് കേസ് കുട്ടികളും അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന പേരൻസും അവർ സ്ട്രഗിൾ ചെയ്യുന്ന പ്രധാന പ്രോബ്ലം സോഷ്യൽ മീഡിയയാണ്, മീഡിയ അഡിക്സ്. അപ്പം എങ്ങനെ നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, എങ്ങനെ ഇവരോട് ഇത് പറഞ്ഞു കൊടുക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പ്രിസണിലാണോ അല്ലയോ? ആർ വി ഇൻ പ്രിസൺ ഓർ നോട്ട്? നൗ വാട്ട് ഡു വി നീഡ് ടു നോ ഇഫ് വി ഹാവ് ടു എസ്കേപ്പ്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ താക്കോൽ ഉണ്ടായിട്ടും ഗാർഡിനെ അറിഞ്ഞിട്ടും കാര്യമില്ല. വി നീഡ് ടു നോ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വി ആർ ഇൻ ദിസ് പ്രിസൺ. ഓൺലി ദെൻ വി വുഡ് ബി ഏബിൾ ടു എസ്കേപ്പ് ഫ്രം ദ പ്രിസൺ. നമ്മൾ പ്രിസണിലാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രിസണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ഇൻഫ്ലുവൻസിങ് യു? നിങ്ങളെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ ആദ്യം ചോദിച്ചിരുന്നു, നിങ്ങളെ ആരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് നിങ്ങളെ ഇന്ന് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ആ വ്യക്തിയെ? നിങ്ങൾ പറയുമോ ഈശോ ആണ് എന്ന്? യെസ്, കുറച്ച് പേര് പറയുമായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇന്ന് പറയുമോ? നമ്മൾ ഇന്ന് എവിടെ പോയാലും ആരുടെയും തല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കാണാറില്ല.
Past 3 years, I was continuously traveling, either in one railway station or in one airport or in one bus stand. I never saw people sitting straight. Everyone would be bending. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരാ, ആരും നമ്മെ നോക്കില്ല. നമ്മൾ അവരുടെ അടുത്ത് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ മാത്രമേ അവർ നമ്മളെ നോക്കുകയുള്ളൂ. സോ നൗ വി നോ, നമുക്കറിയാം നമ്മൾ ആരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് ഒരു ടോപ്പ് ലീഡർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ചാണ്. ഈ ഇൻഫ്ലുവൻസർ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത്? ഈ ഇൻഫ്ലുവൻസർ എന്തായിരിക്കും നമ്മളോട് ഇന്ന് ഈ 6-ാം നോമ്പ് ഞായറാഴ്ച പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബൈബിൾ വചനം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉറക്കെ വായിക്കാമോ? Gospel of Matthew chapter 7 verse 7. Ask and it will be given to you. Search, you will find. Knock and the door will be opened for you. For everyone who asks receives, and everyone who searches finds, and for everyone who knocks the door will be opened. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മൾ ഇന്ന് ആരോടാണ് ചോദിക്കുന്നത്? നമ്മൾ ഇന്ന് ആരോടാ ചോദിക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾ ഇന്ന് ആരോടാണ് എല്ലാം ചോദിക്കുന്നത്? നിങ്ങളോടാണോ? നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ചോദിച്ചുകൊണ്ടിരുന്നത്? To whom do we usually ask? Parents, teachers, grandparents, relatives, all the adults. But today, whom do you ask, children? All your doubts? Google. Do you think Google is giving them the right answer? Is Google giving right answer or wrong answer? Is it information platform or information pollution platform? Is it just information platform or information pollution platform? നിങ്ങൾക്ക് വേണ്ടിയ ഒരു ഇൻഫർമേഷൻ മാത്രമാണോ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നത്? ഞാനൊരു കുട്ടി ഭയങ്കര ബിസി ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറേ ആൻസേഴ്സ് കിട്ടി. അവൾ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറേ ആൻസേഴ്സ് കിട്ടി, അതനുസരിച്ചാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചു നിനക്ക് എവിടുന്ന് ഈ ആൻസേഴ്സ് ഒക്കെ കിട്ടി? ഷീ സെഡ് ഇറ്റ്സ് ഫ്രം ഗൂഗിൾ. എങ്ങനെ മരിക്കാം? ഷീ സെഡ് എങ്ങനെ മരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെല്ലാം മരിക്കാം, പലവിധ രീതികൾ ഞാൻ പഠിച്ചെടുത്തു. ഇനി ആവശ്യം വന്നാൽ ഇത് ഉപയോഗിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഏതോ ഒരു അറ്റംപ്റ്റ് ചെയ്തപ്പോഴാണ് അവർ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. നിനക്ക് എവിടുന്ന് കിട്ടി ഈ പുതിയ ഐഡിയ? ദെൻ ഷീ സെഡ് ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് പഠിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈസ് ഗൂഗിൾ പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് ഓർ ഇൻഫർമേഷൻ പൊല്യൂഷൻ? കാരണം നമ്മൾ ഇന്ന് ചോദിക്കേണ്ടവരോടല്ല കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈശോ നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ എന്തുണ്ടെങ്കിലും ഈശോയുടെ അടുത്തേക്കാണോ പോകുന്നത്? ഇനി ഒരുപക്ഷെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും ടുഡേസ് യങ്സ്റ്റേഴ്സ് ആർ ദേ ഗോയിങ് ടു ജീസസ് ഫോർ എവറി ക്വസ്റ്റ്യൻ? ഇല്ല എന്ന് അവർ തന്നെ തലയാട്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി നമ്മൾ ഒരു റോങ് പ്ലാറ്റ്ഫോമിൽ പോയി നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻസ് കിട്ടുകയില്ല. നമുക്ക് വേണ്ടി എല്ലാ ഇൻഫർമേഷൻസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എവിടെയാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം? നമ്മുടെ ബൈബിൾ, വേർഡ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി എല്ലാ പ്രശ്നത്തിനുള്ള എല്ലാ പരിഹാരങ്ങളും നമുക്ക് തന്നു. പക്ഷെ നമ്മൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ എടുക്കാതെ നമ്മൾ വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. ഇന്ന് ഏതൊരു മാതാപിതാക്കളെ കണ്ടാലും ആദ്യം അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ അവൾ പഠിക്കുകയില്ല, എൻ്റെ കുട്ടിക്ക് വെബ് സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ അവൾ പള്ളിയിൽ വരികയില്ല, എനിക്കെല്ലാം റിവാർഡ് കൊടുക്കണം അവൾക്ക്, എങ്കിലേ അവൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അവളോ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ. Therefore we know we mostly ask things in wrong places. നമ്മൾ ചോദിക്കുന്നത് തെറ്റായ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയില്ല. നമുക്കറിയാം ദി അപ്പോസൽസ് ഓഫ് ജീസസ്, ഈശോയുടെ ശിഷ്യന്മാർ, അവർ ഒരു കാര്യം ഈശോയെക്കുറിച്ച് അറിയാമായിരുന്നു. എന്താണ് അവർക്ക് അറിയുന്നത്?
എന്തായിരുന്നു അപ്പോസ്തലൻസിനെല്ലാം ഈശോയെക്കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം, വ്യക്തമായ ഒരു കാര്യം? മിശിഹ വരും എന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാമായിരുന്നു. കാരണം നൂറ്റാണ്ടുകളോളം കാലം ഇറ്റ് വാസ് എ പ്രോഫസി. സോ ദേ വർ ഓൾ വെയിറ്റിംഗ് ഫോർ വൺ ഡേ വെൻ ഹി വുഡ് കം. നമുക്കറിയാം, അവർക്ക് ആ വോയിസ് ഓഫ് ഗാഡ് വെർ വെരി ക്ലിയർ. ദൈവത്തിൻ്റെ ഒച്ച അവർക്ക് ഫെമിലിയർ ആയിരുന്നു. അവർക്കറിയാമായിരുന്നു എന്താണ് ദൈവം എന്നെക്കുറിച്ച് അല്ലെ നിന്നെക്കുറിച്ച് പറയുന്നത് എന്ന്. ഇന്ന് നമുക്കറിയുമോ നമ്മെക്കുറിച്ച് എന്താണ് ദൈവം പറയുന്നത് എന്ന്? ക്യാൻ വി ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്? നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ ഈ പള്ളിയിൽ ദൈവത്തിൻ്റെ ഒച്ച ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല? കേട്ടില്ല? ആരും കേട്ടില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ ഒച്ച? ഇല്ലേ? ഒരു പള്ളിയിലെ മൊത്തം ആളുകളും ഈ സൗണ്ട് കേൾക്കാത്ത ആളുകളാണോ? അതെന്നെ സർപ്രൈസ് ആക്കുന്നു. കാരണം ഈ അപ്പോസ്റ്റൽസ് ഇവർ വളരെ ഫെമിലിയർ ആയിരുന്നു വിത്ത് ദ വോയിസ് ഓഫ് ഗാഡ്. വി നോ മാത്യു വാസ് ഏബിൾ ടു ലിസൺ ടു ദ വോയിസ് ഓഫ് ജീസസ്. എങ്ങനെയായിരിക്കാം മാത്യുവിന് പെട്ടെന്ന്, ടാക്സ് കളക്ടറായിരുന്ന മാത്യുവിന് വെൻ ജീസസ് പാസ്ഡ് ബൈ, എങ്ങനെയായിരിക്കാം ആ വോയിസ് കേൾക്കാൻ പറ്റിയത്? എങ്ങനെയായിരിക്കും ആ വോയിസ് കേൾക്കാൻ പറ്റിയത്? കുറേ മണിയുള്ള ടാക്സ് കളക്ടറായ റോമൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മാത്യു സഡൻലി ഹിയറിങ് എ വോയിസ് ഫ്രം ജീസസ്. ജീസസ് പറയെ, ജസ്റ്റ് ഫോളോ മീ, വാ, എൻ്റെ കൂടെ വാ. ഉടനെ എല്ലാം ഇട്ടിട്ട് പോകുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ ഓരോ നിമിഷവും, നമ്മളുടെ ഓരോ സെക്കൻഡിലും ഈ മാത്യുവിനെ വിളിച്ച പോലെ നമ്മളെ ഈശോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന എന്താണ്? നമ്മൾ കേൾക്കുന്ന എന്താ? യൂട്യൂബ് നമ്മളെ വിളിക്കുന്നു. സോ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കണം. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കണം. പിന്നെ വിച്ച് ആർ ദി അതർ പ്ലാറ്റ്ഫോംസ്? ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യണം. പിന്നെ ഓൺലൈൻ നമുക്ക് ഷോപ്പ് ചെയ്യണം. സോ വി ആർ ടു ബിസി. നമ്മൾ ഈ മാത്യു പോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ ബിസിയാണ്. ബട്ട് എവറി മൊമെന്റ് ഓഫ് അവർ ടൈം ജീസസ് ഇസ് ജസ്റ്റ് കോളിങ് us ലൈക്ക് ഹൗ ഹി കോൾഡ് മാത്യു. വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് മാത്യുവിനെ ജീസസ് വിളിച്ചപ്പോൾ കേൾക്കാൻ പറ്റിയത്? കാരണം മാത്യു ഈശോയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ച് ഒരുപാട് മാത്യുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഗാഡ് പോകരുത്, നീ നിൽക്ക് എന്ന് ഗാഡ് പറഞ്ഞപ്പോഴും ആ വോയിസിനെ തള്ളി മാറ്റി മാത്യുവിന് പോകാൻ പറ്റിയത്. നമ്മുടെ ചുറ്റുമുള്ള വോയിസുകളെ തള്ളി മാറ്റി നമുക്കിന്ന് ഈശോയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന എല്ലാ അവസ്ഥകളെയും മാറ്റി നമുക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഒരിക്കൽ ഒരമ്മ, പ്രീവിയസ് സ്ലൈഡ്, ഇതിന്റെ മുമ്പുള്ള സ്ലൈഡ് നോക്കാവോ? ഒരിക്കൽ ഒരമ്മ തൻ്റെ കുട്ടിയുമായിട്ട് ഒരു തിരക്കുള്ള ബിസി സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ കുട്ടി, അമ്മയുടെ സൈഡിൽ നടന്ന ഈ കുട്ടി കുറച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ ഈ കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ അമ്മ പരിഭ്രാന്തിയായി എവിടെയാണ് ഈ കുട്ടി എന്ന് നോക്കുകയാണ്. ഇതേ സമയം കുട്ടിയും അമ്മയെ നോക്കുകയാണ്. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി, എൻ്റെ അമ്മയെ കാണുന്നില്ല. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള പാസർബൈ ഏതോ ഒരാൾ ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ കരയുന്നത്? കുഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മയെ കാണുന്നില്ല. എൻ്റെ അമ്മ ഒരു ബ്ലാക്ക് കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മേനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ ധരിച്ചിരിക്കുന്നത് ബ്ലാക്ക് കോട്ടാണെന്ന് പറഞ്ഞു, ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ദ പാസർ ബൈ, ദ വൺ ഹു വോണ്ട് ടു ഹെൽപ്പ്, ഈ കുഞ്ഞിനെ സഹായിക്കാൻ വന്ന ആ വ്യക്തി, നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്തിരി പേർ ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. ഇതിലാരായിരിക്കാം ഈ കുട്ടിയുടെ അമ്മ? ഈ വ്യക്തിക്ക് അറിയില്ല. കുഞ്ഞിനോട് ചോദിച്ചു, എവിടെയാണ് നിന്റെ അമ്മ? എവിടെയാണ് നിനക്ക് അവളെ മിസ് ചെയ്തത്? കുഞ്ഞു പറഞ്ഞു, അറിയില്ല, അമ്മ ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. പാസർ ബൈ അഗെയിൻ നോക്കി എല്ലായിടത്തും സഹായിക്കാൻ വേണ്ടി, പക്ഷെ സഹായിക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും പറയാൻ അറിയുന്നില്ല, ബ്ലാക്ക് ഡ്രസ് മാത്രമെന്ന്. ഉടനെ എവിടുന്നോ ഈ കുട്ടി ഉറക്കി ഒരു സൗണ്ട് കേൾക്കുകയാണ്. അമ്മ ആ കുഞ്ഞിനെ വിളിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേര്
അമ്മ ഉറക്ക പേര് വിളിച്ചപ്പോൾ കുട്ടി കാതോർത്തു, ആ എൻ്റെ അമ്മ എവിടുന്നോ എന്നെ വിളിക്കുന്നുണ്ട്. പാസർ ബൈ ആ വ്യക്തിയും നോക്കിയപ്പോൾ ഓടി കുട്ടിയിലേക്ക് വരുന്ന, ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അമ്മ. നമ്മൾ ഈ കുട്ടി പോലെയാണോ ചിലപ്പോഴൊക്കെ? നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളുടെ ഇൻഫർമേഷൻസ് ഇന്ന് ആർക്കാണുള്ളത്? നമ്മളുടെ കുടുംബത്തിൻ്റെ ജീവിതം, നമുക്ക് മറ്റുള്ളവരുടെ, നമ്മുടെ കൂടെയുള്ളവരുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ മുഖത്ത് ഒരു വേദനയുണ്ടെങ്കിൽ അവർ പറയാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതോ നമ്മൾ സോഷ്യൽ മീഡിയയിലാണോ നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്? ഒരു ദിവസം നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന മറ്റു വ്യക്തികളുടെ മുഖത്ത് നോക്കുന്നതിലധികം സമയം നമ്മൾ ഇന്ന് എവിടെയാണ് നോക്കുന്നത്? നമ്മളുടെ ഫോൺ എവിടെയാണ്? നമ്മളുടെ എത്ര അടുത്താണ് നമ്മളുടെ ഫോൺ നമ്മൾ വെക്കുന്നത്? അത്രയും അടുത്താണോ നമ്മളുടെ വീട്ടിലുള്ള മറ്റുള്ള വ്യക്തികളെ നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്നത്? എന്തുകൊണ്ട് ഈ അമ്മയ്ക്ക് കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റി? അമ്മയ്ക്ക് കുറെ ഇൻഡിക്കേറ്റേഴ്സ് അറിയാം. ഒരു കറുത്ത കോട്ട് മാത്രം അല്ല, കുട്ടിയുടെ പേര്. അമ്മയോട് എന്ത് ചോദിച്ചാലും കൊച്ചിനെ കുറിച്ച് അമ്മയ്ക്കറിയാം. പക്ഷെ കൊച്ചിനാകെ അറിയുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ജസ്റ്റ് ബ്ലാക്ക് കോട്ട്. ഇന്ന് നമ്മെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നമ്മെക്കുറിച്ച് ഇതുപോലെ അറിയുന്ന ദൈവത്തെ നമുക്കറിയാമോ? ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്ര സമയം ഇരിക്കാറുണ്ട്? നമ്മുടെ ഫോൺ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഈശോയെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കാറുണ്ടോ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വസ്തു എന്താണ്? ഫോണില്ലെങ്കിൽ ഞാൻ പോയാൽ എന്തു പറ്റും? എന്നെ അവർ വിളിക്കും. എനിക്ക് ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മളുടെ കൂടെ നമ്മുടെ ഈശോ ഉണ്ടോ? നിങ്ങൾ ഈശോയെ കെട്ടിപ്പിടിച്ച് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഫോണില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എത്തേണ്ടിടത്ത് ഈശോ നിങ്ങളെ എത്തിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് മില്യൺസ് ഫോൺ കെട്ടിപ്പിടിച്ചു പോയാലും നിങ്ങൾ ചിലപ്പോൾ എത്തേണ്ടിടത്ത് എത്തുകയില്ല. അതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അവൾ പറഞ്ഞു, സിസ്റ്ററെ, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഈ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഐ എം കമ്മിങ് ഫോർ ദ കൗൺസിലിംഗ്. സോ യു ഷാൽ നോട്ട് സേ ദിസ് ടു മൈ പേരൻസ്. ഐ സെഡ് ഷുവർ, ഐ വോണ്ട് സേ. പക്ഷെ അതല്ല എൻ്റെ കാര്യം. എനിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ അതിലൊരു ഫോട്ടോ അയച്ചു. അതിപ്പോൾ വലിയ പ്രോബ്ലമായി. അതെനിക്ക് വീട്ടിലിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മില്യൺസ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എൻ്റെ ഈ പ്രശ്നത്തിൽ എനിക്കിപ്പോൾ ആരുമില്ല. നിങ്ങൾക്കറിയുമോ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? നിങ്ങൾക്ക് ആകെ അറിയുന്ന കാര്യം എന്തായിരിക്കാം? അവർ പഠിക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞാൽ അവർ അനുസരിക്കുന്നില്ല, ഞങ്ങളെ അവർ വിലമതിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ബിക്കോസ് ദേ ആർ എക്സ്പേർട്സ് ഇൻ എവറിത്തിങ്. വാട്ട് ആർ ദേ എക്സ്പേർട്സ്? ദേ ആർ ഗുഡ് അറ്റ് സ്ക്രോളിങ് ആൻഡ് വാച്ചിങ്. പക്ഷെ ഇത്രയും കാലം അവരെ കറക്റ്റ് വഴിയിലൂടെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളാണ്, മാതാപിതാക്കൾ. അപ്പൊ ഇനിയും അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? അതുകൊണ്ട് ഇന്ന് എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ നമുക്കുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സ് മിസ്സായി പോകും. ഈ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു വിളിക്കാൻ പറ്റിയത് ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പം അതുപോലെ നമ്മളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ഇനി ഇൻഫ്ലുവൻസേഴ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലേ? ആരാണ് ഇൻഫ്ലുവൻസേഴ്സ്? ആരാണ് ഇന്ന് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? കുട്ടികൾക്ക് നിങ്ങളോട് ആരാണ് ഇൻഫ്ലുവൻസർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ടീനേജേഴ്സ്, ആരാണ് ഇൻഫ്ലുവൻസർ? അറിയില്ല? ഇല്ല, ഈ പള്ളിയിൽ ഇതൊന്നും അറിയില്ല. ബാംഗ്ലൂരിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ വന്നേന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. ഈസ് ഇറ്റ് സോ? ആണോ? എനിക്കെന്തോ തെറ്റ് പറ്റിയോ?
നിങ്ങളുടെ പള്ളിയിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രോബ്ലം. കാരണം നമുക്കറിയില്ല എന്താണ് കുഴപ്പമെന്ന്. നമുക്കറിയില്ല. വി ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ചിൽഡ്രൻ ആൻഡ് ടീൻസ് ആർ ഗോയിങ് ത്രൂ ടുഡേ. അവർ പോകുന്ന ലോകം നമുക്ക് അറിയുന്നില്ല. അവർ ഇൻസ്റ്റഗ്രാമിൻ്റെ ഏത് പേജിലാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അവർ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് അറിയുന്നില്ല. നമുക്കറിയണമെങ്കിൽ നമ്മൾ ഈശോയുടെ സ്വരം കേൾക്കണം. മാത്യുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഈശോയാണ് എന്നെ വിളിച്ചത്. ഇതുപോലെ നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റണം, നമുക്കൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ ഇൻഫ്ലുവൻസർ ആണ് നമ്മളുടെ എല്ലാം. ബിക്കോസ് ഹീ ഈസ് ദ വേ, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇന്ന് നമ്മുടെ വഴികൾ എവിടെയാ? എന്താണ് നമ്മുടെ സത്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് ഇൻഡിക്കേഴ്സ് ഉണ്ട്. നമ്മൾ എന്തോരം മാറിപ്പോയാലും, ഹൗ മച്ച് എവർ ഫാർ, നമ്മൾ എത്ര ദൂരം ഈശോയിൽ നിന്ന് പോയാലും നമ്മളെ തിരിച്ച് കണ്ടുപിടിക്കാൻ ഈശോയ്ക്ക് പറ്റും. എന്തുകൊണ്ട്? ഹി ക്രിയേറ്റഡ് അസ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 27. ദൈവം നമ്മെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പം നമ്മൾ എത്ര മാറിപ്പോയാലും, നമ്മളുടെ രൂപം എത്ര വികൃതമായാലും ദൈവത്തിന് നമ്മെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മൾ എവിടെയോ ഉണ്ട് എന്ന് ദൈവത്തിന് അറിയാം. കാരണം നമ്മൾ ആ ഛായയിലും സാദൃശ്യത്തിലുമാണ്. പക്ഷെ നമുക്ക് ഈ കാര്യം അറിയുമോ എന്നുള്ളതാണ്. നമ്മളുടെ ഛായയും സാദൃശ്യവും പല വിധത്തിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്, അല്ലേ? ദർ ആർ മെനി ട്രെൻഡ്സ് ഇൻ സോഷ്യൽ മീഡിയ. നമുക്കറിയാം. നമുക്കിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ബിക്കോസ് യു ആർ സ്റ്റിൽ ഇൻ ദിസ് ട്രഡീഷണൽ സെറ്റപ്പ്, കമ്മിങ് ടുഗെദർ, പ്രേയിങ് ഓൾ ദിസ്, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ബാംഗ്ലൂർ, അതർ പ്ലേസസ്. പക്ഷെ എങ്കിലും എനിക്കറിയാം, you may have still the same problem in your families. Yes. അപ്പോൾ നമുക്കറിയാൻ പറ്റണം, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവം നമുക്ക് വേണ്ടി ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ലെൻറ്റിൻ്റെ ഈ 6ാം ഞായറാഴ്ച ഈ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റുമോ? Ephesians 2:10 God says, for we are what he has made us, created in Christ Jesus for good works, which God prepared beforehand. കാലാന്തരങ്ങൾക്ക് മുമ്പ് ദൈവം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ കറക്റ്റായ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ വഴിയിലേക്കാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറയുന്നത്. നമുക്ക് ഈ വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ഈ ഇൻഫ്ലുവൻസർ ഈശോ ആണ്. ഈ ഇൻഫ്ലുവൻസർ എങ്ങോട്ടാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്? നമ്മളെ എങ്ങോട്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് നയിച്ചുകൊണ്ട് പോകുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ നിൽക്കട്ടെ. നമുക്കുള്ള ഈശോ നമ്മളെ എങ്ങോട്ടാണ് നയിച്ചു കൊണ്ടുപോകുന്നത്? ഈശോ പറഞ്ഞു, ഈശോ നയിച്ചുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളെ എങ്ങോട്ടാണ് ഈശോ നയിക്കുന്നത്? ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായ ഈ രൂപം കണ്ടു. ഈശോ നമ്മളെ പിതാവിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കറിയാമോ ആരാണ് ഈ പിതാവ്? പിതാവായ ദൈവത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കറിയുമോ? എങ്കിലേ നമ്മൾ മിസ്സായാലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ലെൻറ്റിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഏതെല്ലാം ഏരിയകളിൽ നമ്മൾ മിസ്സായി പോയോ ആ ഏരിയകളിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ച് പിതാവായ ദൈവത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പുത്രനിലൂടെ പോകാൻ പറ്റൂ. നമുക്കറിയണം ഈ വഴി കറക്റ്റായിട്ട്. അമ്മയ്ക്ക് ആ കുട്ടിയെ വിളിക്കാൻ പറ്റി, കാരണം അമ്മയ്ക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഇതുപോലെ ദൈവത്തിന് നമ്മെ വിളിക്കാൻ പറ്റും, ദൈവത്തിന് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഉണ്ടോ? ആര് നമുക്ക് ഈ ഡീറ്റെയിൽസ് തരും? ഇതാണ് സ്വരം, നീ ഇതിലേ പോകുക എന്ന് പറയുന്നത് കേൾക്കണമെങ്കിൽ നമുക്ക് ആര് ഈ സ്വരം തരും? ഹൂ ഡിറക്റ്റ് അസ്? ആരാണ് നമ്മളെ നയിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് ഓരോ നിമിഷവും നമ്മളോട് നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നീ ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഓരോ ക്ലിക്കും ഇന്ന് നമ്മളെ വലിയ ദോഷങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയില്ല. പക്ഷെ ഇന്ന് ഒരു വലിയ ഡേഞ്ചറിൽ എൻ്റർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് മതി.
ആ ക്ലിക്കിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തണമെങ്കിൽ എന്തു വേണം? നാം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം. സെന്റ് ജോൺ ഗോസ്പൽ 14:26 26 വാക്യം പറയുന്ന എന്താണ്? ദി അഡ്വക്കേറ്റ് ദ ഹോളി സ്പിരിറ്റ് who will teach you everything that I have taught and remind you of everything. നിങ്ങളെ ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരും. നമുക്കിങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ അഡ്വക്കേറ്റ്. ഞാൻ പോകുന്ന വഴികളിലെല്ലാം എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ടുഡേ മൈ ഇൻഫ്ലുവൻസർ ഈസ് ഹോളി സ്പിരിറ്റ്. ഐ ക്യാൻ ലിസൺ ടു ഹിസ് വോയിസ്. ഹോളി സ്പിരിറ്റ് ആണ് എൻ്റെ നമ്പർ 1 ഇൻഫ്ലുവൻസർ ഇന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളോട് ചോദിച്ചു നോക്കാം. എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗവേൺ ബൈ ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് ആണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഗവേൺ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളിൽ എന്ത് കാണണം? All the fruits of the Holy Spirit. Galatians chapter 5 verse 22 to 23 says, the fruits of the Holy Spirit is love, joy. എന്തൊക്കെയാണ് fruits of the Holy Spirit? Love, joy, peace, patience, kindness, generosity, gentleness, faithfulness, self-control, goodness. ഇതെല്ലാം നിങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നമുക്കറിയാം ആരാണ് നമ്മളുടെ ഇൻഫ്ലുവൻസർ എന്ന്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് പിതാവ് ദൈവത്തിനെ അറിയാമെന്ന്. കാരണം ദൈവം സ്നേഹമാണ്. ഹൂവർ ഡസ് നോട്ട് ലവ് ഡസ് നോട്ട് നോ ഗോഡ്. സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് ദൈവം ആരാണെന്നും അറിയുകയില്ല. അപ്പൊ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അതായത് മില്യൺസ് ഓഫ് ഫ്രണ്ട്സ് ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതല്ല, സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം നമ്മൾ ഗവേൺ ബൈ ഹോളി സ്പിരിറ്റ്. അത് ട്രൂ സ്നേഹമാണ് എങ്കിൽ. അല്ല എങ്കിൽ നമുക്കറിയാം വി ആർ നോട്ട് ഗവേൺ ബൈ ഹോളി സ്പിരിറ്റ്. സോ നമുക്കറിയാം നമുക്കൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ ഇൻഫ്ലുവൻസിന് കറക്റ്റായ സ്ട്രാറ്റജികളുണ്ട്. ഇത് ഞാൻ പറയുന്നത് കാരണം നിങ്ങളോട് ഇനി കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആകാൻ പാടില്ല. നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യാസമായി നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ ഇൻഫ്ലുവൻസർ നമ്മൾ നയിക്കുന്നത് പിതാവായ ദൈവത്തിങ്കിലേക്കാണ്. ആ പിതാവായ ദൈവത്തെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ സ്നേഹമാകണം. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും വേണം. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഫലങ്ങളും ദാനങ്ങളും നമ്മളിൽ കണ്ടാൽ കണ്ടുപിടിക്കാം. അതായത് നമ്മളിൽ സ്നേഹമുണ്ടോ, പീസ് ഉണ്ടോ, പേഷ്യൻസ് ഉണ്ടോ, കൈൻഡ്നെസ് ഉണ്ടോ, ജനറോസിറ്റി ഉണ്ടോ? ഈ കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇസ് ദിസ് ഓൾ ഇൻ മീ? എങ്കിൽ നമുക്കറിയാം നമ്മളെ ആരാണ് ഗവേൺ ചെയ്യുന്നത്? ഹോളി സ്പിരിറ്റ് ആണ് നമ്മളെ ഗവേൺ ചെയ്യുന്നത്. പക്ഷെ ടുഡേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെ ഹോളി സ്പിരിറ്റ് ആണോ ഗവേൺ ചെയ്യുന്നത്? കാരണം പിതാവായ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം ചെയ്തു. എന്താണത്? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. സെന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. For God so loved the world that he gave us his only son, so that everyone who believes in him may not perish but may have eternal life. Everyone who believes in God may not perish but may have eternal life. This is also the policy of social media today? Is this also the possibility that we see in the world digital landscape today? നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ? ഡിജിറ്റൽ വേൾഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഒരു പ്രോബ്ലംസും ഇല്ല. ഉണ്ടോ? ഈ പള്ളിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലംസും ഇല്ല. അപ്പൊ ഞാനായിട്ട് വന്ന് ഇവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയുന്നതായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഇന്ന് ഡിജിറ്റൽ വേൾഡിലുണ്ടോ? നിങ്ങൾക്കറിയുന്ന കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്കിനി സോഷ്യൽ മീഡിയയെക്കുറിച്ച് നിങ്ങളോട് പറയണമോ എന്ന് ഞാൻ ചിന്തിക്കണം. കാരണം ഞാനിപ്പോൾ നിങ്ങൾ പറയാൽ ഈ സിസ്റ്റർ വന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ലിങ്കുകളിലൊക്കെ പോയി ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രോബ്ലം
ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലെറ്റ് മീ സീ, ഡു യു നോ സം പ്രോബ്ലംസ് ദാറ്റ് യു എൻകൗണ്ടർ ഇൻ സോഷ്യൽ മീഡിയ ടുഡേ? നമുക്കറിയാം എന്താണ് നമ്മുടെ ഇൻഫ്ലുവൻസർ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ജീസസ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നറിയാം. വെയർ ഹീസ് ഗോഡ് ടേക്കിംഗ് അസ് നമുക്കറിയാം. നമ്മളുടെ അഡ്വക്കേറ്റ് ഹോളി സ്പിരിറ്റ് ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ജനിച്ചത് എന്ന് നമുക്കറിയാം. ഗോഡ് ഹാസ് എ സ്പെസിഫിക് പേർപ്പസ് അബൌട്ട് അവർ ലൈഫ് എന്ന് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പോൾ പിന്നെ നമുക്കിനി എന്തെങ്കിലും പ്രോബ്ലം ഇപ്പോൾ ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് അച്ഛനെ വിളിച്ച് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഉണ്ടോ എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഉണ്ട്. എന്തൊക്കെയാണ് പ്രോബ്ലംസ്? വാട്ട് ഡു യു തിങ്ക് ആർ സം ഓഫ് ദ പ്രോബ്ലംസ്? എന്താണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഐ എം സ്പീക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രം കുറച്ച് നെഗറ്റീവ് കോൺസിക്വൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഡെഫിനറ്റ് ഇതിന് നല്ല കാര്യങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇറ്റ് ഹാസ്. പക്ഷെ നമുക്ക് അറിയണം നമ്മളെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന്. ഇന്ന് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന്. നമ്മളുടെ ചിന്താരീതികൾ ഒരുപക്ഷെ നമ്മൾ നോക്കും, വി ജസ്റ്റ് ലോഗിൻ. നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ആർക്കും ഈ പള്ളിയിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല. ഫേസ്ബുക്ക് ഉണ്ടോ? ഇല്ല. നിങ്ങളൊരു നല്ല പുണ്യവാന്മാരാകാൻ പോകുന്ന ഒരു പള്ളി. യൂട്യൂബ് നിങ്ങൾ ആർക്കെങ്കിലും അറിയാവോ? താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ആ. നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ഉണ്ടോ? ആ. നിങ്ങൾ പ്രൊഫൈൽ പിക്ചേഴ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യുമോ? യെസ്. സോ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എനിത്തിങ് വാട്ട് വി ഡു ഇൻ ദ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്, നമ്മൾ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ എന്ത് ചെയ്താലും ആരാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ആകുന്നത്? ഹു ബെനിഫിറ്റ്സ് ഫ്രം യുവർ പിക്ചേഴ്സ്? ദി സോഷ്യൽ മീഡിയ. ഇറ്റ്സ് എ ബിസിനസ് പ്ലാറ്റ്ഫോം. എവറി ടൈം യു ക്ലിക്ക്, നിങ്ങൾ ഓരോ ക്ലിക്കുകളും നിങ്ങൾ ആ ഫോണിൽ ടച്ച് ചെയ്ത് ഓരോ ക്ലിക്കുകൾ വെക്കുമ്പോൾ അവർ പറയുന്നു വെരി ഗുഡ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അവർ നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഓൾ ദി ഇൻഫർമേഷൻസ് ആർ ഗ്യാതേർഡ്. അവരെല്ലാ ഇൻഫർമേഷൻസും സോഷ്യൽ മീഡിയ ഗ്യാദർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻസ് ഇവർ ഗ്യാദർ ചെയ്യുന്നത്? മറ്റു കമ്പനികൾക്ക് ഈ ഇൻഫർമേഷൻസ് വിൽക്കും. നിങ്ങൾ സംടൈംസ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പോപ്പപ്പ് മെസ്സേജ് വരാറുണ്ടോ? യെസ്. എങ്ങനെയാണ് ഈ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരുന്നത്? നിങ്ങളൊരു കടയിൽ പോയൊരു സാധനം നോക്കി, നിങ്ങൾ ആ കടയിൽ നിന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയ സാധനം നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ കാണിക്കുന്നു. നിങ്ങൾ സർപ്രൈസ് ആയിട്ടില്ലേ? എങ്ങനെയാണ്? ആ കടക്കാർ നിങ്ങളെ ഫോളോ ചെയ്തു വന്നോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ മാർക്സ് ഇസ് AI. ഇപ്പോൾ ഇന്ന് AI ആണ്, പക്ഷേ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. സോ ഓൾ ദിസ് ഇൻഫർമേഷൻസ്, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും സോഷ്യൽ മീഡിയ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെയാണ് ഈ 24 hours ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ സോഷ്യൽ ഡിലേമ. നമുക്കറിയുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കാണുന്നത് ഇതല്ല ഇതിൻ്റെ റിയൽ വാസ്തവത, ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. only then you are able to understand. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇതിന് ഞാൻ സമയം കളയണോ? കാരണം he himself says, സീൻ പാർക്കർ, വൺ ഓഫ് ദ ഫോർമർ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു, നമ്മൾ ഈ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഞങ്ങൾ വിചാരിച്ചത് ഒരു ദിവസം എത്രത്തോളം സമയം മറ്റുള്ളവരുടേത് നമുക്ക് കിട്ടാം, എങ്ങനെ അവരുടെ സമയവും അട്രാക്ഷനും നമുക്ക് കിട്ടാം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായ രീതിയിൽ കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് കാണുകയുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ 3 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് യൂട്യൂബ് നോൺ ചെയ്താലും വി ക്യാൻ കീപ്പ് ഓൺ ഗോയിങ് വിത്ത് നെക്സ്റ്റ് സ്ക്രോൾ നോ. പക്ഷേ 3 മണിക്കൂർ നമ്മൾ ബൈബിൾ തുറന്നിരുന്നാൽ എന്തു പറ്റും? ബോധം കെട്ട് ഉറങ്ങി വീഴും. ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്ററെ ബൈബിൾ വായിക്കാൻ. ഓക്കെ, എന്നാ വായിച്ചോ, വായിക്കാമല്ലോ, ബൈബിളില്ലേ വീട്ടിൽ? ഉണ്ട് സിസ്റ്ററെ. പിന്നെന്താ, 2-3 വെബ് സീരീസ് ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓർക്കും, അത് കണ്ടു കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാം. കാരണം ലാസ്റ്റ് ബൈബിൾ വായിച്ച് ഉറങ്ങുന്നതാണല്ലോ നല്ലത് എന്നോർത്ത് ഞാൻ അങ്ങനെ വെച്ചു. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ വായിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഞാൻ ചോദിച്ചു, വെബ് സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കം വന്നോ? ഇല്ല.
കാരണം അടുത്തത് എന്താണ് എന്ന് സോഷ്യൽ മീഡിയ വളരെ കറക്റ്റായിട്ട് എങ്ങനെ നിങ്ങളുടെ 5 സെൻസസ് എടുക്കണമെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം. അപ്പം നമുക്കറിയാം ഇന്ന് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു വേൾഡാണ് ഉള്ളത്. പക്ഷെ നമുക്കത് എത്രത്തോളം മനസ്സിലാകുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല. നിങ്ങൾ ഇനി ഉണർന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കിത് അറിയുന്നില്ല എങ്കിൽ ആരാണ് ഇതിൻ്റെ വിപത്ത് അനുഭവിക്കുക? നിങ്ങളുടെ കുട്ടികൾ. കാരണം അവർക്കിതെല്ലാം അറിയാം. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഐ എം ഷുവർ ഓൾ ദി യങ്സ്റ്റേഴ്സ് നോ. ഇത്രയും കാലം അവർ ഒരു തെറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഇത് തെറ്റാണ് എന്ന് ആരാണ് അവരോട് പറഞ്ഞത്? എൽഡേഴ്സ്, മാതാപിതാക്കൾ, ടീച്ചേഴ്സ്. ഇന്ന് ഇവർ തെറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് ഇത് തെറ്റാണ് എന്ന് അറിയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് 2.5 years ഞാൻ പല സ്കൂളുകളിലൂടെയും പള്ളികളിലൂടെയും എല്ലാം പോവുകയായിരുന്നു. നിങ്ങളെ പോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയില്ല, എന്നാൽ ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന്, ഇവിടെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ മാത്രം നമ്പർ എടുത്താൽ മതി നിങ്ങൾക്ക് പേടിയാകണം. ഗെയിംസ് കളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ നമ്പർ മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് പേടിയാകണം. അങ്ങനെ ഒരു പേടി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്ന കുട്ടികൾ, തകർന്ന കുടുംബങ്ങൾ, അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തകർന്ന അവസ്ഥയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായി ഇന്ന്? നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ മാതാപിതാക്കളും കുട്ടികളും എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു നമുക്കുള്ളത്, അല്ലേ? മാതാപിതാക്കൾക്ക് വേണ്ടി മരിക്കുന്ന കുട്ടികൾ, കുട്ടികൾക്ക് വേണ്ടി മരിക്കുന്ന മാതാപിതാക്കൾ, ഇന്ന് ഗെയിമിന് വേണ്ടി മരിക്കുന്ന കുട്ടികൾ, അവരെ നഷ്ടപ്പെട്ട് ചങ്കുപൊട്ടി കരയുന്ന മാതാപിതാക്കൾ. ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എങ്കിലും നിങ്ങൾ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, നമുക്കൊരു സ്ലൈഡ്, നിങ്ങൾക്കൂടെ ഒരു സ്ലൈഡ് ഉണ്ട്, ആ സ്ലൈഡിൽ കാണാം സെൻറ്റ് ജോൺ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെ വാക്യങ്ങൾ. St. John chapter 1 verse 35 to 42. The next day John was standing with 2 of his disciples. And John said, "Look, here is Messiah," saying that here is the Lamb of God. 2 of them who heard him say this followed Jesus. Jesus turned and said to them, "What are you looking for?" They said to Jesus, "Rabbi, where are you staying?" Jesus said, "Come and see." They came and saw, stayed with him that day. They remained with him that day. എന്നാണ് ബൈബിൾ വചനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് കേട്ടപ്പോഴേ ഓടിപ്പോകാൻ പറ്റിയത്? ജോൺ ദ ബാപ്റ്റിസ്റ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈശോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടാണോ ഇവർ ഓടിപ്പോയത്? അല്ല. ലുക്ക്, ഹിയർ ഈസ് ദ മെസ്സായ എന്ന് കേട്ട ഉടനെ ഈ അപ്പോസ്റ്റൽസ്, നീ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഓടുകയാണ് ഈശോയിലേക്ക്. നാം ഇന്ന് ഇതുപോലെ നമ്മെ നശിപ്പിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയെ വിട്ട് നമുക്ക് ഈശോയിലേക്ക് ഓടാൻ പറ്റണമെങ്കിൽ അവൻ്റെ വാല്യൂസ്, അവൻ എന്താണ് ഈശോ പറയുന്നത്, എന്താണ് എന്നെക്കുറിച്ച് ഈശോയ്ക്കുള്ള പദ്ധതി എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അങ്ങനെ അറിയുമ്പോൾ നമ്മളുടെ വിവരങ്ങൾ നമ്മൾ ആരോട് ഷെയർ ചെയ്യും? നമ്മൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു, ഉടനെ നമ്മൾ ഒരു സെൽഫി എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ആരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാ? ഈശോയോട് ഷെയർ ചെയ്യാനല്ലേ? നമ്മുടെ പുതിയ സെൽഫി കണ്ടില്ലെങ്കിൽ ഈശോയ്ക്ക് വിഷമാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ്. നിങ്ങളുടെ എല്ലാ സെൽഫികളും ശേഖരിക്കുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട്. നിങ്ങൾ 100 സെൽഫികൾ പോസ്റ്റ് ചെയ്തിട്ട് അത് ഇനിയിപ്പോൾ ഇല്ല എന്നോർത്താലും സോഷ്യൽ മീഡിയയ്ക്ക് അത് റിട്രീവ് ചെയ്യാൻ പറ്റും.
പക്ഷേ അപ്പോസ്റ്റൽസ് അവർക്ക് ക്ലിയർ ആയിരുന്നു ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് അറിയുമോ? നമ്മെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? അത് നിങ്ങൾ പറയും ദൈവമാണ്, കാരണം ദൈവത്തിനെ അറിയൂ എന്ന് പറയും. ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന്, നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാം പറയുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം കുറേ ആളുകാർ കാണും. പക്ഷെ ഒരാവശ്യം വന്നാൽ ഈ വ്യക്തികൾ ഉണ്ടായിരിക്കുമോ? ഇന്ന് നമ്മളെല്ലാം ഷെയർ ചെയ്യാണ്. സോഷ്യൽ മീഡിയ നമ്മൾ വളരെ ബിസിയാണ്, എല്ലാവരും ബിസിയാണ് സോഷ്യൽ മീഡിയയിൽ. ഭയങ്കര തിരക്ക്. വീട്ടിൽ 4 പേരുണ്ട്, 4 ഫോണുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്ന് 4 വീട് 4 ഫോണ്, എല്ലാവരും ബിസിയാണ്. കുട്ടികൾക്ക് 2 പേരും നമ്മളെ ആരും നോക്കുന്നില്ല, കാരണം അവർ ഗെയിംസ് കളിക്കുകയാണ്. പിന്നെ ആ വീട്ടമ്മയ്ക്ക് നോക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സിസ്റ്റർ വന്നോ എന്ന് അമ്മ ചോദിച്ചു. പുള്ളിക്കാരി മാത്രം ഫോൺ വെച്ചു. ബാക്കി എല്ലാവരും ബിസിയായി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് ആരെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടോ? അതെന്താ സിസ്റ്ററെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, എല്ലാവരും വളരെ ബിസിയായി ഫോണിൽ നോക്കുന്നു. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഫോണിലൂടെ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ രീതി ഇപ്പോൾ ഇങ്ങനെയാണ്. ഞങ്ങൾ 4 പേരും അധികം സംസാരിക്കാറില്ല. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതെല്ലാം ഫോണിലൂടെയാണ്. അമ്മ, എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വേണം. എൻ്റെ കുട്ടിയും മെസ്സേജ് ചെയ്യും, ഞാനും മെസ്സേജ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാം മെസ്സേജാ, ഫുൾ മെസ്സേജാ സിസ്റ്ററെ ഞങ്ങൾ എന്ന് പറഞ്ഞു. എല്ലാ മെസ്സേജും കഴിഞ്ഞു. +1 ഈ കുട്ടിക്ക് മ്യൂട്ടിസം, സംസാരിക്കാൻ പറ്റുന്നില്ല എക്സാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിംഹാൻസിൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവർ കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ കൂടെ നിങ്ങളൊരു തെറപ്പിയോ കൗൺസിലിങ്ങോ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവൾ മിണ്ടുന്നില്ലാത്ത കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും ചോദിച്ച് തെറപ്പി ചെയ്യാൻ പറ്റുമോ? നോ, വി ഹാവ് നോ ഇൻഫർമേഷൻ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ വേറെ തെറപ്പിയൊക്കെ കുടിച്ച് അവളെ കൈ വരയ്ക്കാനൊക്കെ വേണ്ടി കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഫൈൻഡ് ഔട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചത് എന്താണ്? ഇവൾ 2 ഫോൺ വെക്കുന്നുണ്ട്. ഒരു ഫോൺ ഇവളുടെ വീട്ടിൽ ഇവർക്ക് അറിയാം, അതാണ് എല്ലാവരും കാണുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഫോൺ ഈ കുട്ടി ബെഡ്റൂമിൽ പാത്ത് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൾ വാഷ്റൂമിൽ എവിടെയോ പോയപ്പോൾ ഇവർക്ക് ഡൗട്ട് തോന്നി. ഇവളുടെ ഗ്രേഡ് താഴെ വരുന്നത് കണ്ട് ഇവർ ഈ ഫോൺ എടുത്തു. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കളുടെ ആ എക്സ്ട്രീം റിയാക്ഷൻ, അവർക്ക് എങ്ങനെ ഈ കുട്ടിയോട് പറയണം? അവരാദ്യമായിട്ടാണ് ഈ കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്കറിയില്ല എന്തായിരുന്നു അടുത്ത് ചെയ്യേണ്ടതെന്ന്. ഉടനെ അവർ ഒരു എക്സ്ട്രീം റിയാക്ഷനും കാണിച്ചു. അത് ഇവൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവളുടെ മനസ്സിന് അതെടുക്കാനുള്ള ശക്തി കിട്ടുകയില്ല. ഉടനെ ഒരു സിംറ്റമായിട്ട് വന്നതാണ് അവൾ മ്യൂട്ടിസം, ആ വോയിസ് പോയി. അപ്പം അതുപോലെ നമുക്കറിയാം, ഇന്ന് നമ്മൾ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇഫ് യു സീ സംടൈംസ് യങ് മദേഴ്സ്, how they started the day. How was it in the afternoon? We started with a beautiful animal pancake, and then in the afternoon we walked a good natural walk. Then evening we had a decorated programs in the bedroom. So you would see the entire day is updated in the social media. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്തു എന്ന് ആർക്കറിയാം? സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം. നിങ്ങളുടെ പള്ളിയിൽ അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയോടാണ് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇവരാണോ വരുന്നത്? ഇവർ നമ്മളെ വിറ്റ് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് നമ്മളാണെങ്കിലോ, ഇതൊരു നല്ല പ്ലാറ്റ്ഫോം, എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഈ മനുഷ്യനെ എനിക്ക് നോക്കാൻ വലിയ താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ എത്ര മനുഷ്യരാണെന്നറിയാമോ? ഒരു റീസെൻ്റ്ലി ഒരാൾ ഡിവോഴ്സിന് വേണ്ടി വന്നതാണ്, ഡിവോഴ്സ് കൗൺസിലിങ്ങിന്. അപ്പോൾ പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല ഈ മനുഷ്യനെ ഇനി നോക്കാൻ സിസ്റ്ററെ. ഞങ്ങളെ 2 പേരെയും ബന്ധിപ്പിക്കുന്ന കൗൺസിലിംഗ് ആണെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. പിന്നെ എന്തിനാണാവോ വന്നേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വിഷമം വരാതിരിക്കാനാണ് എന്ന് പറഞ്ഞു. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് ഇന്ന് നടക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഈസ് പ്രൊവൈഡിങ് ഓൾ ദിസ് ഇൻഫർമേഷൻസ് ബിക്കോസ് നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് ഓൾ ദ ഇൻഫർമേഷൻസ് ടു സോഷ്യൽ മീഡിയ. വീട്ടിലൊരു കാര്യം പറയാൻ മറന്നുപോയാൽ പോലും നമ്മൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യും, ഫേസ്ബുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, നമ്മളുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് നമ്മൾ
അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ മറക്കാറില്ല. ഈ ചാൻസ് ആരാണ് ഉപയോഗിക്കുന്നത് ഇന്ന് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നമുക്കറിയാം, ദൈവം നമ്മളെ വളരെ മനോഹരമായി സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടിയതെല്ലാം തന്നു. ജനസീസ് ഉൽപ്പത്തി നമുക്കറിയാം, നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നു. എന്നിട്ട് ഒരു കമാൻഡും തന്നു. നമ്മളിന്ന് ഫസ്റ്റ് റീഡിങ്ങിലും കണ്ടു എന്ത് മനോഹരമായാണ് ഇന്നത്തെ 1ാം വായനയിലും ദൈവം അവരെ കൊണ്ടുപോകുന്നത്. അന്ന് മാത്രമല്ല, ഇന്നും ഓരോരോ അടിമത്തത്തിൽ നിന്നും നമ്മളെ ദൈവം വളരെ മനോഹരമായി നയിച്ച് എങ്ങനെയാണ് ഇവരെയെല്ലാം സ്വന്തമാക്കാൻ പറ്റുക എന്ന് നോക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഓരോ നിമിഷവും കാണുന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്ന ദൈവം നമ്മളോട് പ്രത്യേകമായിട്ട് ഒരു കമാൻഡ് നമുക്ക് തരികയാണ്. ദൈവം പറഞ്ഞു എന്നല്ല പറയുന്നത്. ആൻഡ് ദ ലോർഡ് ഗോഡ് കമാൻഡഡ് ദം എന്നാ പറയുന്നത്. കമാൻഡ് ചെയ്തു എന്നാ പറയുന്നത്. കമാൻഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. കമാൻഡ് വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നല്ല ദൈവം പറഞ്ഞേ. നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ഭക്ഷിച്ചാൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ദ ക്രീപ്പി സർപ്പന്റ്, കണ്ണിങ് സർപ്പന്റ് ഓർത്തു, ഇവർക്കിത് ശരിക്കും അറിയാമോ എന്ന് ഞാനൊന്ന് നോക്കാം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് അറിയാമോ എന്ന് നോക്കാം എന്നതായിരുന്നു സർപ്പന്റിന്റെ ടെക്നിക്ക്. ഇന്ന് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത്. നിങ്ങളുടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ? അപ്പോ സർപ്പന്റ് പറയാണ്, യു വിൽ നോട്ട് ഡൈ. ഈ ഫലമൊന്നും കഴിച്ചാൽ നീ മരിക്കില്ല. മരിക്കില്ലേ? എന്നാ താ എന്ന് പറഞ്ഞിട്ട് ഹവ്വ ടുക്ക്. ഇന്ന് നിങ്ങളോട് വന്നിട്ട് പറയാണ്, ഈ സർപ്പന്റ് വന്ന് പറയാണ്, ഈ ഫലം കഴിച്ചാൽ മരിക്കില്ല എന്ന് പറഞ്ഞാൽ വാട്ട് വുഡ് യു സേ? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ വാങ്ങി കഴിക്കുമോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും വാങ്ങി കഴിക്കുന്നവരുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കില്ല? എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കാത്തെ? നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം, അത് ഞാൻ കഴിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാനിത് കഴിക്കരുത് എന്ന്. ഇത് സർപ്പന്റിനെ എന്നെ ട്രാക്ക് ചെയ്യാനുള്ള വഴിയാണ് എന്ന് നിങ്ങൾക്ക് വളരെ കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നു വേണ്ട, അവിടെ നിൽക്കട്ടെ, അത് ഞാൻ എടുക്കുന്നില്ല എന്ന്. പക്ഷെ ടുഡേ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്? നിങ്ങളോട് ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹലോ, ആരും പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞിട്ടുണ്ട്? പോർണോഗ്രഫിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അറിയില്ല. ഇവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഈ മരത്തിൽ നിന്നുള്ള പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കും. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമുക്കറിയാം നിങ്ങൾ ആരും അത് വാങ്ങി കഴിക്കില്ല. പക്ഷേ ഇന്ന് പ്രോൺ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാത്തതായുള്ള മനുഷ്യരേ ഇല്ല. അത്രയ്ക്കും അധികം ആളുകൾ ഇതിന് അഡിക്റ്റ് ആയിട്ട് വരികയാണ്. ഗെയിംസ് കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? യങ്സ്റ്റേഴ്സിനെ ആരെ നോക്കിയാലും ഗെയിംസ് ആണ്. റീസെൻ്റ്ലി ഒരു കുട്ടി ഗെയിംസിന് അഡിക്റ്റ് ആണ്. ഗെയിംസ് ഇത്ര സമയം കളിച്ചെങ്കിൽ മാത്രമേ ബാക്കി സമയം ഇരുന്ന് പഠിക്കുകയുള്ളൂ. അപ്പൊ ഈ ഗെയിംസ് കളിക്കുന്നത് കൊണ്ട് നമ്മളുടെ മൈൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയുമോ? കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞു. വചനം പറയുന്നതാണ്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. നമ്മളുടെ കണ്ണുകൾ കുറ്റമറ്റ കണ്ണുകളാണോ? നമുക്ക് പാപം ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യം ഇല്ല. എല്ലാം സെറ്റാക്കി നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട്. നാം ഒരു ക്ലിക്ക്, ഒരു വ്യത്യാസം, ആര് പറയണം നമ്മളോടത്? ഇത് നീ ക്ലിക്ക് ചെയ്യേണ്ട ലിങ്ക് അല്ല എന്ന് ആര് പറയണം? പഴം വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഐ എം ഷുവർ നിങ്ങൾ എടുക്കില്ല. ബട്ട് ടുഡേ
It don't take so much of time. It is not taking so much of time to get into any sort of addiction. എല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക്. നമ്മൾ തീരുമാനിച്ച് അറിയണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ലോകമാണ് എന്ന്. ഈ ട്രാപ്പിംഗ്, ഈ ഡിസീവിങ്, ഇതിന് ഞാൻ പറയുന്നത് ഡിസീവിങ് എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് ഡിസീവിങ് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഡിസീവിങ് എന്ന് പറയുന്നത്? ഈവിനോട് ഗാഡ് ഹാസ് ഓൾറെഡി കമാൻഡഡ്, നിങ്ങൾ ആ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കും. സെർപ്പന്റ് പറയുന്നു നിങ്ങൾ മരിക്കില്ല എന്ന്. അപ്പൊ ഡിസീവിങ് അല്ലേ? ഇന്ന് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇവിടെ ലാൻഡ് അപ്പ് ചെയ്യും, നിങ്ങൾ വലിയൊരു പ്രോബ്ലത്തിൽ പോയി പെടും എന്ന് നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട്. എങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ സർഫ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കി ഇരിക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾക്കൊരു പക്ഷേ ഇത് അത്ര ഗ്രാഹ്യമായിട്ട് അറിയുന്നില്ല. കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ കാണുന്നത് ടീനേജേഴ്സിലും കുട്ടികളിലുമാണ്. കാരണം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഒത്തിരി പണിയായതുകൊണ്ട് സമയമില്ലല്ലോ എപ്പോഴും ഫോൺ എടുത്തിരിക്കാൻ. നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരെ വളർത്തണം, അവർക്ക് പഠിക്കണം, അവർക്ക് പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ മെനി അതർ വർക്ക്സ്. പക്ഷെ ഈ ടൈം എല്ലാം അവർ പഠിക്കുന്നുണ്ടോ? ഈ ടൈം എല്ലാം അവരെന്താണ് വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അവർ ഏത് ലിങ്കുകളാണ് ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അവർ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പണ്ട് എന്തു പറഞ്ഞു കൊടുത്തു? നമ്മളറിയാത്ത അപരിചിതരായ ഒരു വ്യക്തി എന്തെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? കുട്ടികളോട് എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങി കഴിക്കരുത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചു അവരെ. അതുകൊണ്ട് അവർ വളരുന്ന കാലത്ത് ആരെന്ത് കൊടുത്താലും അവർ കഴിക്കില്ല. ഇതുപോലെ ഇന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തോ ഇന്ന ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്ന്? പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഇന്ന കാര്യങ്ങൾ, ഇന്ന പിക്ചേഴ്സ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തോ? നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലുള്ള കുട്ടികൾ ആരാണ് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സിനെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം കുട്ടി? യെസ്, അവരെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരായിരുന്നു എന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നോ? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ട്സ്? നമ്മളുടെ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നുള്ള പല വ്യക്തികൾ അവരുടെ ഫ്രണ്ട്സ് അല്ല, അവർ ടീനേജേഴ്സ് അല്ല, അവർ അഡൽട്സ് ആണ്. അവർ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ടീനേജായ കുട്ടികളോട് ഫ്രണ്ട് റിക്വസ്റ്റ് ചോദിച്ച് ആ ഗ്രൂപ്പിൽ ചേരുന്നവരാണ്. അവർ ഹാക്കേഴ്സാണ്. ഇത് നിങ്ങൾക്കറിയുമോ? അവർക്കറിയാം, കുട്ടികൾക്കറിയാം. നമ്മുടെ അമ്മമാർ നമ്മളോട് പറഞ്ഞു മറ്റുള്ളവർ പോകുമ്പോൾ അപരിചിതർ വിളിച്ചാൽ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പോയില്ല. നിങ്ങൾ പറയുന്നില്ല ഇന്ന് കുട്ടികളോട് അപരിചിതരെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യരുത് ഇൻസ്റ്റഗ്രാമിലെന്ന്. മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന രീതികളിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. കാരണം നമുക്കറിയാം നമ്മൾ കാണുന്ന ഈ ഒരു ലോകം ഡിസീവിങ് ആണ്. ഡിസീവിങ് അതായത് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ കോയമ്പത്തൂർ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി, അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഇവളെ നിങ്ങൾക്ക് എത്ര ടൈമില്ലെങ്കിലും ഇവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന്. ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതോ ഒരു ഫ്രണ്ടുമായി വളരെ കൂട്ടായി. അവളുടെ ബർത്ത്ഡേക്ക് ഇവർ പറഞ്ഞു ഈ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ഇവളെ കാണാൻ വരികയാണ്. അവൾ പറഞ്ഞു സ്കൂളിൻ്റെ തൊട്ടടുത്ത് വന്ന് ഞാൻ തരും, പക്ഷെ സ്കൂളിൻ്റെ ആ ഏരിയ ഗേറ്റിൻ്റെ ഏരിയയിലോട്ട് ഞാൻ വരില്ല, കാരണം നിങ്ങളുടെ CCTVയിൽ എൻ്റെ ഫോട്ടോസ് വരും. സോ ദെയർഫോർ ഞാൻ കുറച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞു. സോ ഈ പേഴ്സൺ അവിടെ വന്ന് ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 12:15 ആയപ്പോൾ ഈ കുട്ടി ബെല്ലടിച്ചു. ഈ കുട്ടി ആരും കാണാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ കാറിൽ കയറി ഒരു സ്ഥലം വരെ പോകണം, അവിടെ നിന്നാണ് ഗിഫ്റ്റ് തരുന്നതെന്ന് പറഞ്ഞു. ഈ കുട്ടി ഒന്നും നോക്കാതെ, ബിക്കോസ് സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം, ഇവൾ വന്ന് കാറിൽ കയറി ഡോർ അടച്ച് നോക്കിയപ്പോൾ ഇവൾ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ ഇവൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ടീനേജ് പേഴ്സൺ അല്ല ഇതിൽ. അതേ ഫേക്ക് ID, വേറൊരു ID ക്രിയേറ്റ് ചെയ്ത ഒരു അഡൽട്ട് ആയിരുന്നു ഇതിൽ. ഏതായാലും ആ കോയമ്പത്തൂർ മൊത്തം അറിയുന്ന ഒരു വലിയ പോലീസ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ
സ്വാധീനത്താൽ രക്ഷപ്പെടാൻ പറ്റി ഈ കുട്ടിക്ക്. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണ് എന്ന് മാതാപിതാക്കൾക്ക് അറിയണം. നമുക്ക് തോന്നുന്ന എല്ലാവരെയും നമുക്ക് ഫ്രണ്ടായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മരത്തിൻ്റെ പഴങ്ങളും കഴിക്കാമെന്നല്ല. ഇത് നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് കഴിക്കരുത്. ഇത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അഡൽട്സ് ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ന്. പക്ഷെ ഈ ലോകത്തിലല്ല, ഈ നിലയിലല്ല നമ്മുടെ കുട്ടികൾ ഇന്ന്, ടീനേജേഴ്സ് ഇന്ന്. 4ാം ക്ലാസ്സിലുള്ള, എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് വെച്ചാൽ, 4ാം ക്ലാസ്സിലുള്ള നമ്മുടെ ബാംഗ്ലൂർ ഒരു കുട്ടിയെ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഈ ബോയ് 4ാം ക്ലാസ്സിലാണ്. എന്താണ് 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ പ്രശ്നം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 4ാം ക്ലാസ്സിലൊക്കെ എന്താണ്, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് കുറച്ച് വളരെ കൂളായി ഞാനിരുന്നു. ഈ കുട്ടി പറയാൻ പോകുന്നത് വളരെ കൂളായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കാം, ഒരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ. ആ കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് തന്നെ അറിയുന്നില്ല എങ്ങനെ ഈ കുട്ടിയെ രക്ഷിക്കണമെന്ന്. ഈ കുട്ടി ഏതോ ഒരു ഗെയിം ആരും വെച്ച് കാണാതെ കാണുകയാണ്. അങ്ങനെ ഈ കുട്ടി പ്രോണോഗ്രഫിക്ക് അഡിക്റ്റായി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബോയ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്ന ലോകം ഇതല്ല. നമ്മുടെ കുട്ടികൾ കാണുന്ന ചിത്രങ്ങൾ, അവരുടെ ഗ്രൂപ്പിലുള്ള ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കണം. നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവരെന്താണ് ചെയ്യുന്നത് എന്ന്. സോ വിത്ത് ദിസ് ബ്രീഫ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട്, നമുക്കറിയാം നമുക്കൊരു ദൈവമുണ്ട്. നമുക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് പറയണം. എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ സെർപ്പൻറ്റ് വന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതൊരു ആപ്പിൾ എന്ന് പറഞ്ഞ് നിങ്ങളത് വാങ്ങില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഡിസീവിങ് ക്യാരക്ടർ നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് എന്ന്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മനസ്സ് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് മനസ്സ്, ശരീരം, പിന്നെ എന്തൊക്കെയുണ്ട്? മൈൻഡ്, ബോഡി ആൻഡ് സോൾ. താങ്ക് യു. നിങ്ങൾ ഇപ്പോൾ അപ്പോൾ നമുക്ക് സോളിന് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പള്ളിയിൽ ഒന്ന് കുർബാന കാണുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്. താങ്ക് യു. പിന്നെ നമ്മളുടെ മൈൻഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹലോ, ഞാൻ പറഞ്ഞു നമ്മൾ വി ആർ എ കോമ്പോസിറ്റ്. നമ്മൾ ബോഡിയും സോളും മൈൻഡും ഒരുപോലെയുള്ള ഒരു വ്യക്തികളാണ്. ദൈവം പറഞ്ഞോ നിങ്ങൾ മൈൻഡിനെ മാത്രം സോളും ബോഡിയും മാത്രം വളർത്തിയാൽ മതി എന്ന്? ഇല്ല, നമ്മൾ വി ആർ എ കോമ്പോസിറ്റ്. നമുക്ക് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നമ്മൾ മൈൻഡും ബോഡിയും സോളും ഒരുപോലെ വളർന്നെങ്കിലേ നമുക്ക് ഒരു നല്ല വ്യക്തിയായി മാറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ മൈൻഡിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ നോക്കും, ക്ലിക്ക് ചെയ്യും, സെൽഫി അയക്കും, അല്ലേ? നമ്മളെന്താ നമ്മുടെ മൈൻഡ് വളരാൻ വേണ്ടി ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോ? പിന്നെ പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാം ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി പഠിച്ച് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിഞ്ഞ് ഓരോ വ്യക്തികളുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാമെന്ന് പഠിച്ചാണ് ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെ മനസ്സിനെയും എങ്ങനെ പരമാവധി പിടിച്ചെടുക്കാം എന്ന് നോക്കിയിട്ടാണ് ഈ ഡിസൈൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 3 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാലും ആർക്കും ഉറക്കം വന്ന് ബോധം കെട്ട് വീഴാത്തത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. നമുക്ക് നമ്മുടെ മൈൻഡിൽ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് കെമിക്കൽസ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ സാധാരണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. ഇതിൻ്റെ പരീക്ഷയൊന്നും നമുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ഓർത്തിരിക്കണ്ട. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, എങ്കിലേ നമുക്ക് എന്താണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന കെമിക്കൽ നമ്മുടെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ നമുക്കൊരു ഹാപ്പി ആകും, എനർജി ആകും. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും, നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ ഉറങ്ങും. ഇതൊക്കെ ചെയ്യാൻ നമ്മളോട് പറയുന്നതാണ് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ അവർ കഴിക്കാത്തതെന്ന്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നീ എന്താ കഴിക്കാത്ത? അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ എന്നാലും അവന് ഭക്ഷണം വേണമെന്ന് ഇല്ല.
നിങ്ങളുടെ കുട്ടികൾ ദാഹിച്ചാൽ ഓടി വന്ന് വെള്ളം എടുത്തു, നമ്മൾ ദാഹിച്ചാൽ ഓടി വന്ന് വെള്ളം കുടിക്കും. അവർ കമ്പ്യൂട്ടർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് വെള്ളം കുടിക്കുമോ? കുറച്ച് ക്ലിക്കും കൂടെ കഴിഞ്ഞാലേ വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ഈസ് ആക്ച്വലി ഡിസൈൻഡ്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിവാർഡ് സിസ്റ്റം ആയിട്ടാണ്. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഇൻ്റർനെറ്റ് ഹൈജാക്ക് ചെയ്തു. ഹൈജാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ കുറേ നേരം സ്ക്രോൾ ചെയ്ത് ഫോണിൽ നോക്കി സോഷ്യൽ മീഡിയയിൽ നോക്കി ഇരിക്കുമ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു, ഉറങ്ങുകയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. അപ്പം നമുക്കിതൊന്നും ഒന്നും ആവശ്യമായിട്ട് തോന്നുന്നില്ല. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമുക്കിത് തരുന്നത്? ത്രൂ ലൈക്സ്. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്കൊരു ലൈക്ക് കിട്ടി. ലൈക്ക് കിട്ടിയപ്പോൾ ഡോപ്പമിൻ സെർച്ച്, ഈ കെമിക്കൽ കുറച്ച് സർക്യൂലേറ്റ് ആയി. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറേ കമൻസ്, എല്ലാവരും പറഞ്ഞു ഞാൻ നല്ല ഭംഗിയാണെന്ന്. കാരണം ഇന്ന് ഫോട്ടോ മൊത്തം ഞാൻ എഡിറ്റ് ചെയ്ത് ഫിൽറ്ററൊക്കെ ചെയ്ത് റെഡിയാക്കി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു സെർച്ച്, അതൊരു കുറച്ചും കൂടെ ഡോപ്പമിൻ സെക്രീറ്റ് ആയി. അപ്പോഴും എനിക്ക് ഭക്ഷണമോ ആവശ്യമായ കാര്യങ്ങളോ അമ്മയ്ക്ക് വയ്യാതായത് ഞാൻ പോയി നോക്കണമെന്നോ ഒന്നും എന്നോട് ഡോപ്പമിൻ പറയുന്നില്ല. ഇത് നമ്മുടെ മൈൻഡിനെ ഹൈജാക്ക് ചെയ്തു. വേറൊരു ടെക്നിക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻസ്. നമ്മളുടെ ഫോൺ എടുത്ത് വെച്ചാൽ ഫോൺ റിങ് ചെയ്യും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒരു സൗണ്ട് വരും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കും. നമ്മളെ എൻഗേജ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണി 10:30 12 മണി ആയാലും നോട്ടിഫിക്കേഷൻസ് വന്നാൽ അറിയാതെ നമ്മുടെ കണ്ണ് ഫോണിലേക്ക് പോകും. ഇതൊക്കെ ഈ ഡോപ്പമിൻ കെമിക്കലിൻ്റെ വർക്കാണ്. പിന്നെ ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ വാലിഡേഷൻസ്. ഞാൻ ഫോട്ടോ അയച്ചപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നിൻ്റെ ഫോട്ടോ നല്ലതാണ് എന്ന്. നമുക്കൊരു വാലിഡേഷൻ കിട്ടി. ഉടനെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, നോർമലായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ ജനറേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രശ്നമുണ്ട് ഇവിടെ അല്ലേ? താങ്ക് യു. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മതിയായി. ഈ പ്രശ്നത്തിനാണ് പല മാതാപിതാക്കളും വരുന്നത്. എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല സിസ്റ്ററെ, എൻ്റെ കുട്ടി ഇപ്പോൾ ഉറങ്ങുന്നില്ല സിസ്റ്ററെ. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഹൈജാക്ഡ് ബൈ ഇൻ്റർനെറ്റ്. അത് നമ്മുടെ നെർവ്സിലെല്ലാം ഇതാണ്. ഒരു കുട്ടിക്ക് ഫോൺ കൊടുത്ത് നിങ്ങൾ ഇരുത്തിക്കേ, രാത്രി മൊത്തം ആ കുട്ടി ഇരിക്കും. കാരണം ഡോപ്പമിൻ ഉണ്ട്. കാരണം ഇത് ഉണ്ടാക്കിയ ലൈക്ക് സെർപ്പൻറ്റ്, ഇറ്റ്സ് എ മോഡേൺ സെർപ്പൻറ്റ്. ഇതുണ്ടാക്കിയ ഇതിൻ്റെ CEO ഈയിടെ ആയിട്ട് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പുള്ളിയോട് പറഞ്ഞു, ഈ സുക്കബർഗ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ഫൗണ്ടറോട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ആൻസർ പറഞ്ഞു, ഒത്തിരിയധികം കുട്ടികൾ നിങ്ങളുടെ ഗെയിമിലൂടെ അഡിക്റ്റഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റെസ്പോൺസ് പുള്ളി കൊടുത്തു. എന്താണ്? ഐ എം ജസ്റ്റ് മേക്കിംഗ് ടൂൾസ്. ഞാൻ ടൂൾസ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കണം. അവർ ആ ടൂൾസ് ഉപയോഗിക്കരുതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കണം, അല്ലാതെ ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി നോക്കാൻ പോവുകയല്ല എന്ന് പറഞ്ഞു. എന്ത് അക്കൗണ്ടബിലിറ്റിയാണ് അവർക്കുള്ളത്? നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിത് അറിയുന്നില്ല. ടീച്ചേഴ്സ് പറയുന്നു കുട്ടികൾ ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? അടുത്ത ഒരു മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളുടെ ബ്രെയിനിലുള്ളതാണ് ഗാബ എന്ന് പറയും, ഗാമ ബൈനോ ബ്യൂട്ടറിക് ആസിഡ്. ഈ ഗാബ എന്ന് പറയുന്ന ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മളെ കറക്റ്റ് സമയത്ത് ഉറക്കുന്നത്, ആവശ്യത്തിന് ഉറക്കം തരുന്നു. നമ്മളുടെ ഒത്തിരി സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ പിന്നെയും എഴുന്നേറ്റ് പിറ്റേ ദിവസവും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ലെസ് ആൻസൈറ്റി, വലിയ ടെൻഷനുള്ള കാര്യത്തിലും നമ്മളെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. വലിയ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതിൽ നിന്നും പിന്നെയും ഉയർത്ത് കാര്യങ്ങൾ ചെയ്യും, ഡിപ്രഷനിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ഉറക്കമില്ലായ്മ. ഇത് മൂന്നും ഈ ഒരു ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേയും എങ്ങനെ എടുക്കാമെന്ന് സോഷ്യൽ മീഡിയ പഠിച്ച് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ ഇന്ന് സോഷ്യൽ മീഡിയ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്കിത് അറിയില്ല എങ്കിൽ ആരാണ് ബാധിക്കപ്പെടുന്നത്?
നിങ്ങളുടെ കുട്ടികളാണ് ബാധിക്കപ്പെടുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ആരാ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്ന്. അറിയണം. കാരണം നിങ്ങൾ ഒരു കുട്ടി 1 വയസ്സായപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് പോകുമോ? നിങ്ങൾ പോകുമോ? ഇല്ല. പക്ഷേ ഇതേ കുട്ടിയുടെ അടുത്ത് 18 വയസ്സാകുമ്പോൾ ഒരു കത്തി കൊടുത്തിട്ട് മോനെ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുക എന്ന് നിങ്ങൾ പറയുമോ? യെസ്. എന്തുകൊണ്ട് പറയും? നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കുന്നു. ഫോൺ കണ്ടാലേ അവന് ഭക്ഷണം ഇറങ്ങൂ എന്ന് പറയും. ആരാണ് അവരെ ട്രെയിൻ ചെയ്യേണ്ടത്? നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാലം നമ്മുടെ സമൂഹം ഇതുപോലെ നിന്നു എങ്കിൽ മാതാപിതാക്കൾക്ക് അറിയാം എങ്ങനെ മോണിറ്റർ ചെയ്യണമെന്ന്. അപ്പോൾ ഇനിയും നമ്മൾ ഇതിൽ പഠിച്ച് നമുക്കറിയണം എങ്ങനെ നമ്മൾ ഈ കുട്ടികളെ തിരിച്ചെടുക്കാം എന്ന്. ഇതുപോലെ ഒരുപാടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഇന്ന് സോഷ്യൽ മീഡിയ പിടിച്ചെടുത്ത് നമ്മെ ഇന്ന് ഈ നിലയിലാക്കി കൊണ്ടുവരുന്നത്. ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ്. നമുക്കറിയാം മാനസിക രോഗങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇത്ര സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അബ്രപ്റ്റായിട്ട് നിർത്താൻ പോവുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെങ്കിലും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് എന്താണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. ഇല്ല എങ്കിൽ the modern serpent would continue to give the apple to your hands.